ഹലോ ഗായ്സ്, എല്ലാവർക്കും രഘുകൃഷ്ണ വ്ളോഗ്സിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്കുട്ടൻ ഗ്ലാമർ അവൻ്റെ 42,000 സർവീസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും എന്തൊക്കെ സാധനങ്ങൾ മാറി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളോ ബൈക്കാ എന്തെങ്കിലും വണ്ടി റിവ്യൂ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നോക്കാം. കാരണം നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ കോലം. 42,500 കഴിഞ്ഞ ദിവസം കമ്പനി എന്ന സീറ്റ് കവറ് ടാങ്ക് കവറ് 3 കൊല്ലത്തോളം 3 കൊല്ലം കഴിഞ്ഞ് 2022 എടുത്താണ്. അപ്പോഴത്തേക്കും സീറ്റ് കവർ സാധനം ഇങ്ങനെ നമുക്ക് സീറ്റ് കവറും ടാങ്ക് കവറും പുറത്തുനിന്ന് വേറൊരു ടൈപ്പ് ടാങ്ക് കവർ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും സീറ്റ് കവർ നമുക്ക് പുറത്തുനിന്ന് മാറ്റണം. ഈ സീറ്റ് കവർ ഭയങ്കര അലമ്പായില്ലേ, അത് മാറണം. പിന്നെ ഈ തവണത്തെ സർവീസിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സർവീസ് ആയിരുന്നു. ഓയില് കാര്യങ്ങളൊന്നും മാറാണ്ടായിരുന്നില്ല. ഓയില് ടോപ്പ് അപ്പ് ചെയ്ത് ഫ്രണ്ട് ബെയറിങ് പോയിട്ടുണ്ടായിരുന്നു. ആ ബെയറിങ് മാറി, സ്പാർക്ക് പ്ലഗ് മാറി. സ്പാർക്ക് പ്ലഗ് കാരണം ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകണ്ടായിരുന്നു. സ്പാർക്ക് പ്ലഗ് വെക്കിയപ്പോൾ സ്പാർക്ക് പ്ലഗ് പോയിട്ടുണ്ടായി. ബെയറിങ് ഒരു അടിയുണ്ടായി. മീൻസ് നമ്മളിങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചാടിപ്പോണ പോലെ ഒരു അടിയുണ്ടായി. കോൺസെറ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കോൺസെറ്റിന്റെ ഇവിടെ കാണിച്ചു വെച്ചേക്കണ കാട്ടായം നിങ്ങൾക്ക് കണ്ട എന്താ കാണിച്ചു വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും കഴിഞ്ഞ സർവീസിന് ഉണ്ടായില്ല എന്നാണ് ഈ തവണത്തെ ടൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ അവര് കോൺസെറ്റ് ഒന്നും ടൈറ്റ് ചെയ്തില്ല എന്നാ പറഞ്ഞ. അതായത് മീറ്റർ കാര്യങ്ങളും 42,600 500 600 കുറച്ച് കൂടി സർവീസ് കഴിഞ്ഞ് വെച്ചു. ഇതാണ് ബില്ല്. ഓയില്, സ്പാർക്ക് പ്ലഗ്, ബോൾട്ട്, എയർ ബ്രേക്ക് സ്റ്റോപ്പർ, നെറ്റ് ഹെക്സ്, ബെയറിങ് എന്ത് 210 രൂപ, ഓയില് 90 രൂപ, സ്പാർക്ക് പ്ലഗ് 129 രൂപ, പിന്നെ 15 5. പിന്നെ അതിൻ്റെ ലേബർ ഒരു 160, എന്തോ കൺസ്യൂമബിള് 160, പിന്നെ ലേബർ 295. പിന്നെ നമ്മൾ ജോയ് റൈഡ് എടുത്തിട്ടുണ്ടായി. അടുത്ത ഈ സർവീസും കൂടി ചേർത്ത് 4 സർവീസ് നമുക്ക് ലേബർ ഉണ്ടാവില്ല. അതാണ് സെറ്റപ്പ്. എന്തോ ലേബർ 400 രൂപ എങ്ങാണ്ട് വരും. അങ്ങനെ നാളത്തിന് എത്ര വരും. അപ്പം അത് ഈ 1392 കൊടുത്താൽ മതി. വാഷിങ് 150 രൂപയുടെ വാഷിംഗ് ആണ്. കാരണം 2-3 ദിവസം ഓടി അതിൻ്റെ പൊടി ഉണ്ടെങ്കിലും കണ്ട നല്ല ബ്ലാക്കിഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ടയറാണെങ്കിലും മെഗയിൽ വെറുതെ വെള്ളം ഒടിച്ചാണ് തന്നത്. പക്ഷേ ഇവിടുത്തെ വാഷിംഗ് കണ്ട നല്ല ബ്ലാക്ക്, എന്തോ അവിടെ കരിയോയിൽ എന്തോ ബാലൻസ് ഉണ്ടായതാണ്. എന്താണെന്ന് പറഞ്ഞു നല്ല ഇതുണ്ട് ഈ കയറിൽ. 150 രൂപയുടെ വാഷിംഗ് ആണെങ്കിൽ ഒരു തവണ നോക്കട്ടെ. നമുക്ക് കുറച്ചും കൂടി ഓടി കഴിഞ്ഞേച്ചും നല്ല പൊടിയാകുമ്പോൾ വാഷിംഗ് മാത്രം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യിച്ച് നോക്കാം. പിന്നെ ടയറ് കണ്ടല്ല തീരുമാനമായി വന്നുണ്ട്. അവരുടെ തന്നെ മിക്കവാറും ടയറും കിട്ടും നമുക്ക് അടിച്ച്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, വേറെ പാർട്സ് ഒന്നും മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചില്ലേ, ഹെഡ് ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നത്, അത് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. കാരണം അത് പിന്നെ മാറിയില്ല. 400 രൂപയാണത്. നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് കത്തൂല, അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. നമ്മൾ ഒന്ന് ഓടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലച്ച് പിടിച്ച് വിടുമ്പോഴൊക്കെയാണ് ഓണാവുള്ളൂ. അത് കണ്ട ഇതാണ് പ്രശ്നം. അപ്പോൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. നേരാ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഒരു അത്യാവശ്യം ഉണ്ട് ഫ്രണ്ട് ടയർ. പക്ഷേ ബാക്ക് ബട്ടൺ തീർന്നു. ഇനി ഇത്തവണ ബ്രേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ചവിട്ടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. എന്താണെന്നറിയില്ല ഇത്തവണ. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് പിള്ളേരെ കൊണ്ടായിരിക്കും ഡ്രമ്മ് അടിച്ച് ക്ലീൻ ചെയ്ത് ഉരച്ചിട്ടേക്കണത്. ഫ്രണ്ട് ബ്രേക്ക് പാഡും ഫ്രണ്ട് അങ്ങനെ കുഴപ്പമുണ്ടായില്ല. ബാക്ക് എനിക്ക് ചവിട്ടിയൊക്കെ കിട്ടാത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്തോ നന്നായിട്ട് ഉരച്ചിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏറൊക്കെ ഉണ്ടായ പൊടിയൊക്കെ ഉണ്ടായത് അടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട് കൊള്ളാം. പിന്നെ ചെയിൻ സോക്കറ്റും തീരുമാനമായിട്ടുണ്ട്. മിക്കവാറും 45 ചെയിനും സോക്കറ്റും മാറേണ്ടി വരും. ഏനാ എനിക്ക് കാണുന്നില്ലെങ്കിൽ നോക്കട്ടെ. ഓക്കെ, കണ്ട ഒരു വെട്ടും കൂടി ഉള്ളൂ വലിച്ചിടായി. 45 മിക്കവാറും ചെയിനും സോക്കറ്റും ഓയിലും എല്ലാം കൂടിയും കിട്ടും.
അങ്ങനെ ടോട്ടൽ ബില്ല് എമൗണ്ട് 2426 രൂപയായി. 42,500 അപ്പൊ അടുത്ത 3 സർവീസും കൂടിയും മറ്റേ ജനറൽ ചെക്കപ്പിന്റെ ലേബർ ഉണ്ടാവൂല. 450 എങ്ങാണ്ടോ അതുണ്ടാവൂല. നല്ലൊരു പാക്കേജ് ആണ് എന്ന് വെച്ചാൽ ഞാനും തോന്നണം. കണക്ക് കൂട്ടുമ്പോഴേക്ക് അവര് വിളിച്ചിങ്ങനെ കണക്ക് പറയുക, സാർ 450 രൂപ വെച്ച് ചോദിച്ചും 4 ഇതാവും, അപ്പൊ എത്ര കാശാവും, ഇത് ഇത്രയും കാശാവുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഓക്കെ, കാരണം നമ്മ അതെങ്ങനെ എടുത്തു പോകും, അതാണുള്ള അവരുടെ ഇത്. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോയില് നമ്മുടെ ഇവന്റെ 42,500 സർവീസിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ഇടാം. അപ്പൊ ഓക്കെ, താങ്ക് യു.